സിൻഡിക്കേറ്റിന് കൂടുതൽ അധികാരം നൽകുന്ന സർവകലാശാല ഭേദഗതി ബില്ലിന്റെ കരട് 24-ന് 2 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന ചട്ടത്തിൽ ഭേദഗതി വരുത്തി. ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങൾ അഭ്യർത്ഥിച്ചാൽ 7 ദിവസത്തിനകം സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം. വൈസ് ചാൻസലർമാരുടെ ഇടപെടൽ തടയാനാണ് സർക്കാർ ഭേദഗതി കൊണ്ടുവരുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ഉമേഷ്, ഇതിൽ ഏത് തരത്തിലാണ് ഈ സിൻഡിക്കേറ്റിന് കൂടുതൽ അധികാരം നൽകുന്ന തരത്തിൽ ഈ സർവകലാശാല ഭേദഗതി ബിൽ കൊണ്ടുവരുന്നത്? അതിന്റെ കരടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? മന്ത്രിസഭയാണ് ഈ ഒരു കരട് ബില്ലിന് നേരത്തെ അംഗീകാരം നൽകിയത്. എന്തായാലും കരട് ബില്ല് ഇപ്പോൾ പുറത്തായിരിക്കുന്നു, 24 അത് പുറത്തുവിട്ടിരിക്കുന്നു. പക്ഷേ ഇതിൽ പറയുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം 7 ദിവസം, അതായത് നേരത്തെ എല്ലാം 2 മാസം കൂടുമ്പോൾ 2 മാസത്തിനുള്ളിൽ ഈ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചാൽ മതിയായിരുന്നു. അത് തന്നെ VC-യുടെ വിവേചന അധികാരമായിരുന്നു 2 മാസത്തിനുള്ളിൽ എന്ന് വിളിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയിലടക്കം അനന്തമായി സിൻഡിക്കേറ്റ് യോഗങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനിടയിൽ സ്പെഷ്യൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുമ്പോഴും അതും ഈ സിൻഡിക്കേറ്റ് എന്ന രീതിയിൽ കണക്കാക്കി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് സിൻഡിക്കേറ്റിന് കൂടുതൽ അധികാരം നൽകുന്ന ഈ ബില്ലിന് ഇപ്പോൾ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത് കാര്യോപദേശക സമിതിയുടെ അംഗീകാരത്തോടുകൂടി നിയമസഭയിൽ വരും. നാളെ കാര്യോപദേശക സമിതി ബില്ല് പരിഗണിച്ച് എന്നാണ് നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടതിലൊരു തീരുമാനമെടുക്കും. എന്തായാലും സിൻഡിക്കേറ്റ് അംഗങ്ങൾ 3/1 സിൻഡിക്കേറ്റ് അംഗങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 7 ദിവസത്തിനകം സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം. ഒപ്പം സിൻഡിക്കേറ്റിന്റെ നേരത്തെയുള്ള അധികാരങ്ങൾ, അതായത് നിയമനം, മറ്റ് അക്കാദമിക് കാര്യങ്ങൾ, അവയ്ക്കെല്ലാം അതേ രീതിയിൽ നിലനിർത്തിയിട്ടുമുണ്ട്. എന്തായാലും കേരള സർവകലാശാലയിലടക്കം സിൻഡിക്കേറ്റ് യോഗങ്ങൾ അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിർണായക തീരുമാനം അത്തരമൊരു ബില്ലിലൂടെ സർക്കാർ എടുത്തിരിക്കുന്നത്. പക്ഷേ അപ്പോഴും നിയമസഭ പാസാക്കി ഗവർണർക്ക് ഈ ബില്ല് അയച്ചാൽ ഗവർണർ ഈ ബില്ല് ഒപ്പിടുമോ എന്നുള്ളതാണ് ഇപ്പോഴും സംശയമായി നിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.